വ്യാഴാഴ്ച ദിവസം വൈകുന്നേരം ഞാൻ ഷെരീഫിൻ്റെ കൂടെ കളക്ഷന് വേണ്ടിയിട്ട് സീബ് സൂക്കിലേക്ക് പോവുകയാണ്. വെള്ളിയും വ്യാഴവും വർക്കൗട്ട് ഇല്ലാത്ത കാരണം റൂമിൽ ബോറടി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷെരീഫിൻ്റെ കൂടെ ഇറങ്ങുന്നത്. ഇതാണ് സീബ് സൂക്ക്. ഒമാനിലെ ഏറ്റവും വലിയ പുരാതനമായ സൂക്കാണിത്. അങ്ങനെ ഷെരീഫിൻ്റെ കസ്റ്റമർ എടുത്ത് ഷെരീഫ് കളക്ഷന് വേണ്ടിയിട്ട് ഇറങ്ങി. ഞാൻ കുറച്ചു നേരം വണ്ടിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. സമയം ഏകദേശം 6:15 ഇപ്പോൾ 5:30 ആകുമ്പോഴത്തേക്ക് ഇവിടെ നല്ല ഇരുട്ട് വീഴും. ഇനി ഇവിടെ കണ്ട ഒരു ചെറിയ പള്ളിയിലേക്ക് കയറുകയാണ്. സൂക്കിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയ പള്ളിയിൽ കയറി മഗ്‌രിബെല്ലാം നമസ്കരിച്ചു. നിസ്കാരമെല്ലാം കഴിഞ്ഞ് ഇനി നേരെ വീണ്ടും ഷെരീഫിൻ്റെ കൂടെ കളക്ഷന്. മാർക്കറ്റെല്ലാം വളരെ ഡള്ളാണ്. ഓരോ കടകളിലും കയറുമ്പോൾ ഓരോ ബുദ്ധിമുട്ടുകളാണ് അവരെ കസ്റ്റമർ നമ്മളോട് പറയുന്നത്. സൂക്കിൻ്റെ ഉള്ളിൽ റമദാനിലാണ് നല്ല തിരക്കൊക്കെ അനുഭവപ്പെടുന്നത്. ഇന്ന് കമ്പനി വക ബാച്ചിലർ പാർട്ടി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് നേരെ ഇനി അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ഞങ്ങൾ ഞങ്ങളുടെ ബോസ് വിളിച്ചു പറഞ്ഞ അനുസരിച്ചിട്ട് ഒരു സ്ട്രീറ്റ് ബർഗർ കടയിലേക്ക് വന്നു. അവിടെയാണ് ഗ്രില്ല് ചെയ്യേണ്ട സാധനങ്ങൾ ഓർഡർ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അവിടെ വന്ന് ഗ്രില്ല് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി. അങ്ങനെ നമ്മുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുകയാണ്. കമ്പനിയിൽ എല്ലാ വർഷവും സ്റ്റാഫുകൾക്ക് വേണ്ടി ഇങ്ങനെ ഓരോ ബാച്ചിലർ പാർട്ടീസ് വെക്കും. ഈ കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഇനി എല്ലാവരും എത്തിപ്പെടാൻ പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോകണം. പോകുന്ന വഴി റൂമിലൊന്ന് കയറണം. അങ്ങനെ റൂമിലൊക്കെ എത്തി ചേഞ്ചൊക്കെ ചെയ്തതിന് ശേഷം ബോസ് പറഞ്ഞ ലൊക്കേഷനിലേക്ക് പോവുകയാണ്. റൂമിൻ്റെ അവിടുന്ന് 14 കിലോമീറ്ററാണ് കാണിക്കുന്നത്. വ്യാഴാഴ്ച ദിവസം രാത്രി ആയതുകൊണ്ട് നല്ല ബ്ലോക്ക് ഉണ്ട്. അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തി. അവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി പരിപാടികളൊക്കെ തുടങ്ങുകയാണ്. എല്ലാ വർഷവും കമ്പനി ഇങ്ങനൊരു ബാച്ചിലർ പാർട്ടി കൊടുക്കുന്നതാണ്. എന്തായാലും കമ്പനിയിൽ ചേർന്നതിന് ശേഷം എൻ്റെ ആദ്യമത്തെ എക്സ്പീരിയൻസ് ആണ് ഇങ്ങനത്തെ ഒരു ബാച്ചിലർ പാർട്ടി. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരുപാട് പേര് ഇതുപോലെ വന്ന് ടെൻ്റൊക്കെ അടിച്ച് പാർട്ടിയൊക്കെ നടത്തുന്നുണ്ട്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ രാത്രിയാകുമ്പോൾ ഇതിവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. അങ്ങനെ കുക്കിംഗ് ഒക്കെ തകൃതിയായി നടക്കുമ്പോഴും ഇടയിൽ കൂടെ നമ്മൾ ഫുഡും കൂടെ കഴിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സ്ഥലത്ത് അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധാരണ ഡിസംബറൊക്കെ ആകുമ്പോൾ തണുപ്പ് കൂടേണ്ടതാണ്. ഈ വർഷം തണുപ്പ് വളരെ കുറവാണ്. ഇത് കുറച്ച് ഉയർന്ന പ്രദേശമായതുകൊണ്ടാണ് ഇവിടെ കുറച്ച് തണുപ്പൊക്കെ അനുഭവപ്പെടുന്നത്. ഈ മുഷ്കാക്കെല്ലാം ഗ്രില്ല് ചെയ്യുന്നത് നമ്മുടെ ബോസാണ്. ബോസ് കമ്പനിയുടെ സ്റ്റാഫുകളൊക്കെ ആയിട്ട് കുറച്ച് നല്ല മിംഗ്ലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ജോലിയൊക്കെ ചെയ്യാൻ വളരെ ഉത്സാഹമാണ്. അങ്ങനെ എല്ലാവരും ഒത്തു അടിപൊളിയൊരു പാർട്ടിയൊക്കെ നടത്തി 12 മണിയായപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പിരിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാൻ മറക്കല്ലേ.